ഹലോ നമസ്കാരം, അക്കൗണ്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ബസ്തിയിലുള്ള ഒരു പശു ഫാമിലുണ്ട്. പശു മാത്രമല്ല, പശു, എരുമ, പോത്തൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അത്യാവശ്യം 100-200 പശുവിൻ്റെ മേലെയും കുറേ പോത്തുകളും എരുമകളൊക്കെ ഉള്ളൊരു ഫാമാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് വിശേഷങ്ങൾ ഇവിടെ ഒന്ന് ചോദിച്ചറിയാനായിട്ട് ഞാൻ വന്നേക്കുന്നത്. നിങ്ങളുടെ അടുത്തും കൂടി എത്തിക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അതൊന്ന് നിങ്ങളുടെ അടുത്തും കൂടി ഒന്ന് എത്തിക്കണമെന്ന് തോന്നി. വലിയ ഫാമുണ്ടോ? ചെറിയ ഫാമൊന്നുമല്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വലിയ ഫാമാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്ത് വലിയ ഫാമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളാണ്. ഇവിടെ ഗിറുണ്ട്, അതേപോലെ HF ഉണ്ട്. പിന്നെ എവിടെയും ഞാനൊരു ജേഴ്സീനെ കണ്ട പോലെ തോന്നി. അത് എവിടെയൊന്നും ഇപ്പോൾ അറിയണില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ നടന്നു നോക്കിയപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ എന്തിട്ടായാലും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഇവരോടൊക്കെ ചോദിച്ചറിയാം. भाई का नाम हवलदार भाई, थोड़ा बोल के दिएगा ना हमको, क्या क्या है, कैसा है, कितना गाय है? गाय तो ऐसे गिने नहीं है, लेकिन जो वही 300 पूरा जानवर है. 300 दोनों मिला के छोटे എല്ലാം കൂടി കൂട്ടിയിട്ട് 300 ഉണ്ട്. 300ഓളം പശുക്കളുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ കോൺസാ ബ്രീഡ് ഏത്? HF का है, साहिवाल का है. HF സൈവാല്, और जो लाल वाली है साहिवाल का है. गिरी का है. गिर गाय. भैंस जो है सब वो हरियाणी वाले हैं. इधर आइए, आगे वाला मुर्रा है ना. ഇവിടെ പോത്തുകൾ, എരുമകള്, ഇവിടെ മൊത്തം എരുമകളാണ്. ഏ പൂര ബായിസാന. अच्छा, अभी इसका एज कितना हो गया, कितना साल का है? ये हो गए होंगे कम से कम तीसरा चौथा वो हो गए. 3.5 വയസ്സ് പ്രായമുണ്ടെന്ന് പറയണം. പക്ഷെ അതൊക്കെ ഭയങ്കര വലുതാണല്ലോ. ബച്ചാ ഹേ അന്തർ ഓർ 4 साल. എന്തായാലും നല്ല വലിപ്പമുണ്ട് കേട്ടോ, നല്ല സൈസ് ഉണ്ട്. ഇത് ये आप लोग का इधर आया वाला बच्चा है और बाहर से लेके आए? ये हमारे यहाँ का है. ये जो है इसका बच्चा है. अच्छा, उसका है, उसका इधर है. അമ്മേനെയും മോളെയും കണ്ട തിരിച്ചറിയില്ല കേട്ടോ, എല്ലാവരും ഒരേപോലെ നിൽക്കണേ. नहीं, आप लोग इधर से भेज रहे हैं, बाहर भेज रहे हैं बच्चों को? नहीं, जो मांगते देते हैं, नेपाल के ऐसे तैयार कर देते. ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. ഇതണ്ട എന്റെ അളിയനാണ്, തർജ്ജമക്കാരനാണ്. അളിയന്റെ അടുത്തൂടെ വന്നപ്പോഴാണ്. അതെ, പിന്നെ 33 വർഷമായിട്ട് UP-യിലുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഇത് അമ്മ, ഇത് മോള്. ഇതിന്റെ കൊച്ചാണ് അത്. അതിന് മുഖത്തിനൊരു കൗമാരത്വം തോന്നുന്നുണ്ട്. ഇത് അമ്മ. नहीं भाई, एक डाउट पूछ रहे हैं. आप लोग इसको कैसे मालूम होता है? इसमें कुछ नंबर नहीं है, कुछ नहीं, कोई नंबर है? पूरा का नंबर नहीं, हम लोग ऐसे देख लेते हैं कितना कहाँ का है, कैसे का है, मालूम होता है. अच्छा, पर से पाल के तैयार करते मालूम रहता है. इसका है, इसका है. 3-4 साल का है. नहीं, 10 साल हो गया. 10 साल. ഓക്കെ, 10 വർഷമായിട്ട് ഈ ഫാമിലുള്ള ചേട്ടനാണത്. ഫാം തുടങ്ങിയപ്പോ തന്നെ ഉള്ളതാണ്. ओके, एकदम जानकारी है. अभी इधर ये लोग को देखने के लिए कोई डॉक्टर है इधर? खुद का डॉक्टर है? नहीं तो जब ज्यादा इमरजेंसी पड़ता डॉक्टर आएंगे, नहीं तो हम लोग वापस. आप लोग खुद डॉक्टर है? ഡോക്ടറെ വിളിക്കണമെങ്കിൽ ഡോക്ടർ വരും. അല്ലെങ്കിൽ ഇവര് സ്വന്തമായിട്ട് സ്വന്തം നോക്കാവുന്നതാണ് ഇവര് പറയുന്നത്. ज्यादा सीरियस वाली बात आ जाता है, എന്തെങ്കിലും സീരിയസ് കേസൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ വിളിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ മാനേജ് ചെയ്യാവുന്നുള്ളതെന്ന് പറയുന്നത്. और इधर ये 22 का और गाय का दूध अलग अलग देता है. पैसा किसका ज्यादा है? 70 इसका है, 60 गाय का है. 70 ഇതിന് എരുമയ്ക്ക്, അവന് 60 പശുവിന്റെ. അത്ര വ്യത്യാസമേ ഉള്ളൂ. അത്ര വ്യത്യാസം. ഓ, നമ്മുടെ നാട്ടിലൊക്കെ 100 രൂപ. हमारे गांव में 100 का ऊपर है. तो गाय जो गिरी गाय का 110 यहाँ भी है. वो गिरी वाली 110 है. ഗിരിയിലെ ഗിർ പശുവിന്റെ പാലിന് വില കൂടുതൽ. 110 രൂപ. നമ്മുടെ നാട്ടിലും കൂടുതലാ. ഓക്കെ, अलग देते हैं वहाँ. हाँ, वो दुकान पे नहीं, यहीं पे वो है नहीं, ऊन के सागर वाले हैं जो बड़े लोग हैं, यहाँ से लेके जाते हैं. और भाई ये लोगों का खाना
खाना यही है, भूसा है, बरसीन है, दाना है, ये देखो भूसा भी है और चारा बरसीन, हरा बरसीन है, ഇതിന്റെ പൊടിയില്ലേ ഗോതമ്പ് दाना തവിട് തവിട് ഗോതമ്പിന്റെ തവിടും में मिक्स है। എല്ലാം ഗോതമ്പിന്റെ തവിടും 6-7 आइटम इसमें मिक्स रहता അച്ഛാ 4-5-6 ഐറ്റംസ് ഇതിനകത്ത് മിക്സ് ആണ് है। ये बाहर से नहीं लेता है, खुद बनाता है, कंपनी से कंपनी से लेता है। हाँ, एक नई ट्रक आएगा, अच्छा महीने में 2 ट्रक आता है, 300-400 बोरी। एक महीने में हाँ, एक महीने में ഇനി ഇത്ര പശുക്കളില്ല കേട്ടോ, എത്ര ഇരുമകളില്ലേ? 1860 रुपया बोरी पड़ता है। എത്ര? 1860 രൂപ ഒരു ചാക്കിന്? एक 50 ओके, तो कितना पूरा टाइम ऐसा डाल के दिया गया लोगों को? 2 टाइम चलता है, एक अभी पड़ गया, फिर शाम को एक बार रात में। അതെ ഇപ്പൊ ഒരു നേരം കൊടുത്തു കറക്കുന്നതിന് മുമ്പ് അത് കഴിഞ്ഞ് രാത്രിയിൽ ഒരു നേരം കൊടുക്കും 2 പ്രാവശ്യമാണ് ഇവർക്ക് തീറ്റ കൊടുക്കുന്നത്. 1 घंटे में खा के एकदम चिकन कर देंगे। അതായത് തീർക്കുന്നു പറഞ്ഞവര് ഈ സാധനം 1 മണിക്കൂറുണ്ടോ? ഒരു മണിക്കൂറിന് ഫ്രീ കൊടുത്തത് ഇവർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്, മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയാണ്. തീറ്റ 2 നേരമാണ് കൊടുക്കുന്നത്. അത് നമ്മുടെ ചാക്ക് തീറ്റ വരുന്നുണ്ട് 1840 രൂപ. 1800 എത്ര പറഞ്ഞേ? 1860 രൂപ 1860 രൂപയാണ് ഒരു ചാക്കിന് വില പറയുന്നത്, ഇപ്പോഴത്തെ വില ആട്ടെ, ഇന്നത്തെ വില. അപ്പോൾ അതുണ്ടാവും. പിന്നെ വൈക്കോല്, പുല്ല് ഇതൊക്കെ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ അവർ ചേർക്കുന്നുണ്ട്. അതാണ് ഇവർക്കൊക്കെ കൊടുക്കുന്നത്. പശുവിനായാലും പോത്തിനായാലും എരുമയ്ക്കായാലും ഒക്കെ കൊടുക്കുന്നത്. 300 बोरी आएगा। പാലിന്റെ വില പക്ഷെ ഇതിൽ പാനി भी इसमें मिक्स करके देता है। पानी पहले डाल दिया था, पी लिए, जैसे कभी खा लेंगे पानी डालेंगे, जो बचेगा उसमें फिर चारा डाल। नहीं ऐसा वो वो तो पहले का पानी है। ഏറ്റവും ആദ്യം ഇവര് വെള്ളം ഒഴിക്കും ഇതിനകത്തേക്ക് ആ അത് കഴിഞ്ഞിട്ട് ഈ പൊടിയെല്ലാം മിക്സ് ചെയ്ത് ഈ സാധനം ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അതിനകത്ത് ഇട്ട് കൊടുക്കും ആ ആ ഇത് കഴിഞ്ഞെങ്കിൽ അതിനകത്ത് ഉണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കും, അടുത്ത പ്രാവശ്യത്തേക്ക് വേണ്ടി വെള്ളം ഒഴിച്ചിട്ടേക്കും ഓക്കെ ഓക്കെ, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കും, അതിനുശേഷം തീറ്റിട്ട് കൊടുക്കും, പിന്നെ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കും. അതായത് എൻ്റെ ഒരു ഇതിൽ നമ്മുടെ നാട്ടിലെ പോലത്തെ ഭയങ്കര കെയറിംഗ് ഒന്നും ഇവർ ചെയ്യുന്നില്ല. ഇവർ സിമ്പിൾ മെത്തേഡിൽ നോർമലായിട്ടാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഒരു മാസം 2 ട്രക്ക് തീറ്റ വരുന്നത്. പിന്നെ ഇത്രയും എണ്ണമുള്ളതല്ലേ. പിന്നെ വേറെ പറഞ്ഞത് അതന്നെ, കുഞ്ഞുങ്ങളെ ഇവിടെ ഉണ്ടാവണേന് ആരും വന്നാൽ കൊടുക്കും, അല്ലെങ്കിൽ ഇവിടെ തന്നെ അവർ വളർത്തി വലുതാക്കി ചെയ്യണം. പാലിന് 70 രൂപ 60 രൂപയാണ് വരുന്നത്. പശുവിൻ്റെ പാലിന് 60 രൂപ, എരുമപ്പാലിന് 70 രൂപ ആണ് ഇവിടുത്തെ വില വരുന്നത്. अभी थोड़ा उधर उधर जाएगा, थोड़ा देखने के लिए देख लो, कोई दिक्कत नहीं। 70 രൂപ ഇതിന് പശുവിൻ്റെ പാലിന്. പശുവിന്റെ മെഷീൻ വെച്ച് കറക്കും, ആ ഇതിനെ എരുമയെ കൈ കൊണ്ട് കറക്കുന്നതാണ് പറഞ്ഞത്. ഓക്കെ, എന്താണോ എരുമേനെ കൈ കൊണ്ട് ഇറക്കണം? ആ ആ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫാമിൻ്റെ സെൻറ്ററിലൊരു തോട് കൊടുത്തിട്ടുണ്ട്. ചാണകവും വെള്ളമൊക്കെ ഒഴുകി പോവാൻ. ഒന്നും ഒഴുകി പോയിട്ടില്ല, എല്ലാം അവിടെ കെട്ടിക്കിടക്കാണ്. എനിക്ക് വേണം രാവിലെ ആയിരിക്കും ക്ലീൻ ചെയ്യണേ. ഈ സൈഡിലൊക്കെ പശുക്കളാണ് കേട്ടോ. സൈഡിലെല്ലാം പശുക്കളുണ്ട്. नहीं ये गाय में ना नहीं भैंस का भूअरपन हो जाता है। नहीं भाई, एक डाउट, ये गाय है ना, अभी इसमें बच्चा होने वाला भी होएगा ना? इधर है, ये साइड में पूरा बच्चा वाला है, ऐसा ऐसा. अभी कम दिन का है तो इसमें जैसे 4 महीना 5 महीने का ഗർഭിണി പശുക്കളെ അവർ ഈ സൈഡിൽ കൊണ്ട് മാറ്റി കെട്ടിയേക്കാണ്. നമ്മുടെ നാട്ടിലെ പോലെ, നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ ഒരു പശുവിന് ഇഞ്ചക്ഷൻ എടുത്താലും അല്ലെങ്കിൽ ചെന പിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ അതിന് സെപ്പറേറ്റ് റെക്കോർഡും, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫാമിന് നമ്മൾ മൊത്തം റെക്കോർഡൊക്കെ കീപ്പ് ചെയ്യും ഓരോ കാര്യങ്ങൾക്കും. അതിന് ഇഞ്ചക്ഷൻ എടുത്തോ അത് ചെയ്ത് ഇത് ചെയ്യുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല. ഗർഭിണിയായ പശുക്കളെ മാറ്റി കെട്ടിയിട്ടുണ്ട്, ബാക്കി എല്ലാത്തിനും ഒരുമിച്ച് നമ്പർ പോലും ഇല്ലയെന്ന്. ഇതൊക്കെ എന്താ കുളമ്പ് രോഗത്തിൻ്റെ ഇതെടുത്ത് തന്നെ നമ്പറെന്ന് തോന്നും. ചില പശുക്കൾക്ക് മാത്രമുണ്ട്, ബാക്കിയുള്ളതിനൊന്നും നമ്പറൊന്നും ഇല്ല. എല്ലാം നോർമൽ. ചിലതിനെ കെട്ടിയിട്ട് പോലും ഇല്ല കേട്ടോ ഇതിൻ്റെ ഇടയിലൊന്നും. എന്തായാലും ഓക്കെ ഭായി, मिल जाएगा। 7:30 हाँ 8 बजे तक आइए। നിങ്ങളുടെ 8 बजे പിന്നെ പറയാം. ഒരു മിനിറ്റ് भाई, और कितना दूध मिलेगा पूरा मिला के एक दिन? 5 क्विंटल एक टाइम। 5 क्विंटल मतलब 10 5000 लीटर 5000 लीटर കിട്ടും? हाँ 1000 5000 5000 लीटर 500 500 दिन भर में 1000 दोनों टाइम। 500 लीटर मॉर्निंग एंड 500 लीटर इवनिंग. 1000 लीटर ഒരു ദിവസം കിട്ടും. അത് മുഴുവൻ പൂര पूरा वहाँ इन लोग अलग अलग जगह है, वहाँ दुकान है, കടയുണ്ട് അവിടെ, കടയിലേക്ക് കൊണ്ടുപോകും. എല്ലാം കടയിൽ തന്നെ വിറ്റഴിക്കും. हाँ वहाँ अब यहाँ से बहुत ले जाएंगे ना भाई। അല്ല നമ്മുടെ നാട്ടിലെ പോലത്തെ ഡയറിയിലൊന്നും കൊടുക്കില്ല അവര്? इन लोग का एक डायरी जैसे है, एक दुकान കടയുണ്ട് അവിടെ. खुल जाता है 6 മണി തൊട്ട് 8 മണി 8 വരെ കിട്ടും.
6 बजे सुबह खुलेगी, 10 बजे रात तक रहेगी। वहाँ पे दिन में पूरा है हाँ दिन भर 1 घंटा खाली लंच करता हूँ। അണ്ടാ പാല് സെയിലായില്ലെങ്കിലോ? രാവിലെ ഇവരുടെ പാല് ഭയങ്കര ഫേമസ് ആണ്. ആണോ? കാരണം അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോഴേ ക്യൂ നിൽപ്പുണ്ടാവും. വെള്ളം ചേർക്കാത്ത പാല്? വെള്ളം ചേർക്കാത്ത പാല്, നല്ല പാലാണ് അവർ കൊടുക്കുന്നത്. ഓക്കെ. അവിടെ കൊണ്ടുപോയി ഒരു കടയുണ്ട് അവർക്ക്, ആ കടയിൽ അവർ കൊണ്ടുപോയി കൊടുക്കും. രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഉണ്ട്. ओके ओके അപ്പോൾ എപ്പോൾ ചെന്നാലും അവിടെ ഉണ്ടാവും. ओके। और कितना आदमी लोग इधर काम कर रहा है इतना गाय को? 8-9 പേരുണ്ടെന്ന് പറഞ്ഞു. ആകെ 9 പേരുള്ളൂ ഇത്രയും പശുക്കൾ ഇതൊക്കെ നോക്കാനായിട്ട്? कभी कभी 4 रहते हैं, अभी तो 6 हैं। ഇപ്പോൾ 6 പേരേ ഉള്ളൂ. കാരണം അവരിപ്പോൾ ഹോളിഡേ അവധിക്കൊക്കെ 6 आदमी को पूरा काम होएगा इधर? 6 में अब हम लोग धोएंगे, सप्लाई करेंगे सब कुछ। എല്ലാം ഇവർ തന്നെ ചെയ്തത്. ഇവര് തുടങ്ങി. नहीं मैं पूछ रहा है अभी सुबह पूरे गाय को पूरा दिन सफाई करेगा? नहीं अब हो गया, अब यही दुआई हो जाएगा, इन लोग को छोड़ के बाहर चले जाएंगे। हाँ तब फिर एक बार सफाई हो जाएगा ഇവരെല്ലാരെയും तो वहाँ जाए बाहर। ഇനി ഇവിടുത്തെ പുറത്ത് കൊണ്ടുപോകും. അവിടെ ആ സ്ഥലം താടിയായ സ്ഥലമില്ലേ, हाँ हाँ അവിടേക്ക് കൊണ്ടുപോകും. फिर सुबह 4 बजे आएंगी। അപ്പോൾ എപ്പോഴാ കുളിപ്പിക്കോ? नहाते मतलब पानी था सुबह सुबह हाँ पानी पिला के तब जाएगा। अभी. हाँ अभी फिर इसी में डाल देंगे, पाइप लगा हुआ, हाँ. पानी पी लेंगे, फिर जाएंगे, रात भर बैठेंगे, घूमेंगे, सुबह 4 बजे फिर आ जाएंगे। इधर ले आएंगे. हाँ इन लोग को. हाँ അല്ല അപ്പോൾ എപ്പോഴാ കുളിപ്പിക്കുക? नहाते कितना बजे? सुबह सुबह नहवा धो के भेज देते हैं ना। हाँ. नहीं आप लोग नहाएगा और खुद ये लोग आप लोग पाइप से हाँ नहाएंगे. पाइप से। तो टाइम लगेगा ना बहुत? यहाँ अभी अभी एक टाइम में नहाए, सुबह नहवाए थे, कहाँ यहीं से? यही नहवा थे, हाँ. फिर उसके बाद सफाई हो जाता है, छोड़ देंगे. दिन भर बाहर घूमेंगे। अब शाम को नहीं नहवाया जाएगा। फिर അതായത് രാവിലെ ഇവര് പാലെല്ലാം കറന്നു കഴിഞ്ഞെല്ലാം ഇവിടെ കഴിയിക്കും, കുളിപ്പിക്കും ഇതിനെ. അത് കഴിഞ്ഞ് നിങ്ങൾ പുറത്ത് കൊണ്ടേ കിട്ടും. പുറത്താണ് അഴിച്ചു വിടും എന്ന് പറഞ്ഞാൽ അവിടേക്ക് കുറെ സ്ഥലമുണ്ട്. അവിടെ കുറെ ഇടത്തിനെ കെട്ടി വിടും, കുറെ തന്നെ അഴിച്ചു വിടും. ഓക്കെ. അത് കഴിഞ്ഞ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പകൽ മുഴുവൻ അവിടെ ആയിരിക്കും. ഉച്ച കഴിഞ്ഞ് വീണ്ടും ഇവർ കൂടെ കൊണ്ടുവരും. അതുപോലെ പിന്നെ ഇവിടെ കിടക്കും. രാവിലെ ഇതേപോലെ വീണ്ടും കഴുകും, കുളിപ്പിക്കും, അവിടെ കൊണ്ടു വിടും. ഉച്ചയ്ക്ക് കൊണ്ടുവരും. എല്ലാവരും മെസ്സിയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്നാലും ഞാൻ ചോദിക്കുന്നത് ഇത്രയും പശുക്കളെ കുളിപ്പിക്കാൻ 4 പേരുണ്ടെങ്കിൽ പറ്റുമോ? മെഷീന് പോലത്തെ വെള്ളം ചീറ്റിക്കുന്നുണ്ട്. ആണോ? ഇവരിപ്പോ 9 പേര് 10 പേരുണ്ട്. 9 പേര് സ്ഥിരം ഉണ്ടാവുന്നതാണ്. अच्छा है भाई, इतना गाय को इतना आदमी देखता है. 10 എന്നാലും ഇത്ര ഇല്ല കേട്ടോ. എന്നാലും അവിടെ ദേ പശുവിനെ കറക്കൽ തുടങ്ങിയിട്ടുണ്ട് ആ സൈഡിൽ മിഷൻ വെച്ച്. अभी ये दूध पूरा किधर जाएगा ऐसा? दूध उसी बाल्टी में जमेगा, 2-3-4 का दूध से तब वहाँ नहीं एक एक करके 4-5 दूध लेंगे, ड्राम भरेगा, उसी ड्राम है नहीं, वो एक ही में आएगा. उसी में आएगा. ഓ तो वहाँ ड्राम में फिर ले जाते हैं, छान देंगे, सप्लाई है. ഇവിടെ ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണ്ടോ? അതേ വലിയ ഫാനുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാവിടെയും. വലിയ വലിയ ഫാനുകളാണ് വെച്ച് കൊടുത്തേക്കുന്നത്. വലിയ വലിയ ഫാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 2 4 5 6 ഫാനാണ് ഇത്രയും വലിയ ഫാമിൽ വെച്ചേക്കുന്നത്. 300 മൃഗങ്ങൾക്ക് വേണ്ടി. പക്ഷെ ഭയങ്കര വലിയ പങ്കിയൊക്കെയാണ്, ഭയങ്കര പവറായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 5 HP-യുടെയോ 5 HP അല്ല 2 HP-യുടെ മോട്ടറാണെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിരിക്കണേ, അറിയാൻ പറ്റണല്ലേ. എന്തായാലും വലിയ ഫാനുകളാണ്, കൊള്ളാം. നമുക്ക് അപ്പുറത്തെ സൈഡിൽ കുറച്ച് പോത്തുകൾ നിൽക്കുന്നുണ്ട്, അവരിന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇത് നമ്മുടെ പോത്തുകളുടെ സൈഡാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അത് ഭയങ്കര സൈസ് എന്ന് പറയാം. ഇവനൊക്കെ നല്ല സൈസ് ഉണ്ട്, ഇവനൊക്കെ അത്യാവശ്യം സൈസ് ഉള്ളതാണ്. നമുക്ക് വീഡിയോ കൂടെ കാണിക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റണില്ല. നമ്മൾ നേരിട്ട് കണ്ടാൽ ആ ഒരു സൈസ് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ഒരു തീറ്റ സിസ്റ്റം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ, വെള്ളം തീറ്റയൊക്കെ മിക്സാണ്. ഇവിടെ പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയാണ്. കറക്കാനുള്ള മെഷീൻ പിടിപ്പിച്ചു, അകിടിലെ മെഷീൻ പിടിപ്പിച്ചു, കറന്നുകൊണ്ടിരിക്കുന്നു. പാല് നമ്മുടെ ഡ്രമ്മിൽ സെറ്റാവും. മെഷീൻ ഇരിക്കുന്നത് ദൂരെ എവിടെയാണ്ടോ, വലിയ മോട്ടർ ഇരിക്കണേന്ന് തോന്നുന്നു. പക്ഷെ 2 പശുവിനെ ഒരുമിച്ച് ഒറ്റ സമയത്ത് കറക്കണുള്ളൂ, ഇത്രയും പശു ഉണ്ടായാൽ പോലും.
भाई एक ही टाइम 2 गाय को दूध निकलेगा? दोनों टाइम शाम को भी दोनों। ज़्यादा निकलेगा एक ही साथ? कितना तक? कितने तक होगा वो? नहीं, ऐसा वाला मिशन कितना होएगा एक ही टाइम? एक ही टाइम 3 मशीन लगती 3 मिशन रहेगा? अच्छा है, एक तो अभी खराब है। अच्छा अच्छा. ഒരു സമയത്ത് 3 മിഷൻ വരെ ഇത്ര വലിയ ഫാമായിട്ട് പോലും ഇവർ യൂസ് ചെയ്യുന്നുള്ളൂ. നേരത്തെ പറഞ്ഞത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ടായി തോന്നുന്നു. ഒരു ദിവസം 500 രാവിലെയും വൈകുന്നേരം 500 കിട്ടുമെന്ന് പറഞ്ഞു. 1000 ലിറ്റർ പാല് എത്രത്തോളം കറക്റ്റാണെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. അവർ പറയുന്നത് നമുക്ക് അറിയുള്ളൂ. ഞാൻ എൻ്റെ ഇതൊന്നല്ല, ഇങ്ങനത്തെ ഒരു ഫാം കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഇവിടുത്തെ ഫാമിൻ്റെ മേൽക്കൂരി ആയാലും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന സിസ്റ്റം തന്നെ. 2 സൈഡിൽ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഓപ്പണിങ് കൊടുത്തിട്ടുള്ള ഷെഡ് ഉണ്ടല്ലോ, അതാണ് ഇവർ ചെയ്തേക്കണേ കേട്ടോ. നല്ല ഹൈറ്റിലാണ് കൊടുത്തേക്കുന്നത്. അത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ എയർ സർക്കുലേഷന് വേണ്ടി അങ്ങനെ ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഇവര് സ്റ്റാർട്ടിങ്ങിൽ ഒറ്റയടിക്ക് ഇത്രയും പശുക്കളെ കൊണ്ട് തുടങ്ങിയ ഫാമൊന്നും അല്ല കേട്ടോ. 2 പശുക്കളിൽ തുടങ്ങിയ ഫാമാണ് ഇത്രയും വലുതായി ഇപ്പോൾ 100-300 പശു എരുമയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും പോത്തിനെയും പശുവിനെ കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും നമുക്കിങ്ങനെ ഒരു ഫാം തുടങ്ങി ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ എന്ന് അങ്ങനെ തോന്നരുത്. ചെറുതായിട്ട് തുടങ്ങി സക്സസ് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ എണ്ണം കൂട്ടി കൊണ്ടുവരുന്നത്. നമ്മൾ പല വീഡിയോസിലും പറയാറുണ്ട്, ഒറ്റയടിക്ക് നമ്മൾ ലാഭം ഉണ്ടാക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അത് വലിയ നഷ്ടത്തിക്ക് പോകും. അപ്പോൾ എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ പറയണ പോലെ തന്നെ ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾ പശു ഫാമായാലും എരുമയായാലും പോത്താലും എന്തായാലും 1, 2, 3 മേടിച്ചു എന്നാലും കുഴപ്പമില്ല. അത് വിട്ടൊന്നും കൂടുതൽ മേടിച്ച് വലിയൊരു ഫാമിങ്ങിലേക്ക് എടുത്ത് ചാടരുത്. അതിനെ പയ്യെ പഠിച്ച് വളർത്തി വലുതാക്കി അങ്ങനെ കുറേ വലുതാക്കി വരാൻ നോക്കാട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. കാരണം ഇയാളെങ്കിൽ നമ്മൾ ഇവരെ ഡിസ്റ്റർബ് ചെയ്യണ പോലെ ഒരു പശുക്കളൊക്കെ കറന്നു തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ നമ്മളിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇവിടെയാണ് ഇവരുടെ ഈ ബാക്കിയുള്ള പാലുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും ഇതൊക്കെ ഉണ്ടാക്കുന്ന സെക്ഷൻ കേട്ടോ. ഇവിടെ ഇത്രയും പശുക്കളുടെ ചാണകവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് തന്നെ വേറെ പല സ്ഥലങ്ങളിൽ വില്ലേജുകളിൽ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇവിടെ നിന്ന് തന്നെ ഇതേപോലെ ട്രാക്ടറിൻ്റെ പിന്നിൽ ഒരു പെട്ടി ഉണ്ടാവും. പെട്ടിയിൽ ചാണകം നിറച്ച് ഇങ്ങനത്തെ ട്രാക്ടറിൽ വലിച്ചു കൊണ്ടുപോകും. പിന്നെ അവിടെ പുല്ല് കട്ട് ചെയ്യണ മെഷീൻ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഓരോരുത്തർ. ഇവരൊക്കെ എന്തെങ്കിലും അസുഖങ്ങളോ എന്തിട്ടാണെന്ന് എനിക്കറിയില്ല. അവരെ മാറ്റി നിർത്തിയൊക്കെ എന്താണെന്ന് തോന്നുന്നു. ഇപ്പുറത്തൊന്നും നാടൻ പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ. അല്ലെങ്കിൽ പുതിയതായിട്ട് പണിത ഫാമാണോന്നും എനിക്കറിയില്ല. എന്തായാലും കണ്ടപ്പോൾ നല്ല രസം തോന്നി. പിന്നെ വേറെ എന്തോ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോണേ. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അവിടെ പുല്ലുകൂടിൽ കിടക്കാണ്ടില്ലേ ആ തീറ്റ. ഇവിടെ വെച്ചാണ് മിക്സ് ചെയ്ത് അവർ ഈ ട്രാക്ടറിലാണ് കൊണ്ടുപോയി അവിടേക്ക് നിറച്ച് കൊടുക്കുന്നത്. അതെ, ഇതാ അത്ര ഹൈറ്റിൽ എന്തോരം ഹൈറ്റിലാണ് കിടക്കണമെന്ന് നോക്കിയാൽ അത്രയും തീറ്റ ഇവിടെ ഉണ്ട്. ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇത് അധികം ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ല. കാരണം 100-300 പശുക്കളും ഇതൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് തീരും. എന്തായാലും അത് ഓക്കെ ആയേ. അവസാനം
वो लाल वाला मशीन मिक्सर वाली मशीन है। ये इसको इसमें दाना है हाँ और ये हरा चारा भूसा सब डाल के मिक्स करके जो है ये चला खिलाया। ആ കാണുന്ന ചുവന്ന കളറുള്ള മെഷീനുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്യണം തീറ്റ അതിൽ തീറ്റ കൊണ്ടിട്ടിട്ട് हम लोग बोरी में आता है वो तीटा भी इसमें मिक्स करेगा खाना भी हाँ बोरे में जो आता है अच्छा ये हरा चारा हाँ और ये भूसा हाँ सब मिला के इसी में डाल दिया जाएगा तो मिक्स करके വൈക്കോലും എല്ലാം അതിനകത്തിട്ട് മിക്സ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ മിക്സ് ചെയ്യാനുള്ള മെഷീനാണ്. അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്യുന്ന മെഷീനാണ് ആ കാണുന്നത്. ഈ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് തീറ്റ കൊടുക്കാനായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്തിട്ടായാലും അങ്ങനെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റി. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഫാം, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഫാം 10 വർഷമായിട്ട് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവ ഇതർസേ എന്നിട്ടാണ് ആണിനെ പറയാ, പോത്തിനെ എന്താ പറയാ, बाड़ी क्या बोलते हैं उसको? बाइस लड़का में जो लड़का होता है उसको 3 साल पड़िया के बाद- पड़िया 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 इधर से बेच रहे हैं. हाँ, वो 3 साल के बाद बेचते 3 साल के बाद बेचता है, बच्चा को नहीं बेचता है. वो 22 का बच्चा को बेचता है, भैंस का या इसका दोनों का। बड़ा करके बेचेगा. हाँ बड़ा करके। गाय का भी. गाय का भी। അച്ഛാ ഇവിടുന്ന് കുട്ടികളെയൊന്നും, ചെറിയ കുട്ടികളൊന്നും ഇവിടുന്ന് കൊടുക്കുന്നില്ല. വലിയ ഇതായി കഴിയുമ്പോൾ അവരിവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ചെറിയ നമ്മുടെ കുഞ്ഞു കുട്ടികളെ കൊടുക്കണ പരിപാടി ഒന്നും ഇവിടെ ഇല്ല എന്നാണ് പറയണത്. രാഘവ് ഡയറി ഫാമാണ് നമ്മൾ ഇന്ന് ഇപ്പം കണ്ടത് കേട്ടോ. അപ്പോൾ രാഘവ് ഡയറി ഫാമിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആരെങ്കിലും ഉത്തർപ്രദേശിലുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട് ഇത് കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പാല് കണ്ടോ നമ്മളെ കറന്ന് കൊണ്ടുവന്ന് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ അളന്ന് കൊടുക്കാൻ കേട്ടോ. വേറെ പുറത്തെ ആൾക്കാരെ ഒന്നും ഏൽപ്പിക്കുന്നില്ല. ഡയറക്റ്റ് ഇവിടെ കടന്നു കൊണ്ടുവരിക, ഇവിടുന്ന് തന്നെ ആൾക്കാർക്ക് എടുത്ത് കൊടുക്കാം. വെള്ളം ചേർക്കണ പരിപാടിയൊന്നും ഇല്ല. ഈ ഫാം സുനിൽ ശുക്ല എന്ന് പറഞ്ഞ ഒരാളുടെ ഉണ്ടോ. അപ്പോൾ ആളുടെ പെർമിഷനൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഈ ഫാമിലേക്ക് വന്നേക്കുന്നത് തന്നെ. അല്ലെങ്കിൽ ഇവിടേക്ക് വന്ന് ചിലപ്പോൾ നമ്മളെ കയറ്റി തന്നെ വരില്ല. എന്തായാലും ഭയങ്കര സന്തോഷമായി ഇവിടെ വരാനും കാണാനൊക്കെ പറ്റിയതിൽ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോകളൊക്കെ ആയിട്ട് വരാം. ബൈ ബൈ.